ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ആലുവയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃക ഒരു ചെറിയ പേപ്പറിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചെറിയ പീസാക്കിയിട്ട് ഈ രണ്ട് മോതിരത്തിന്റെ ഇടയിൽ വെച്ചിരുന്നു. ഇടത്തെ കയ്യിൽ മോതിരത്തിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരുന്നു. പക്ഷേ ലേബർ റൂമിൽ പ്രവേശിച്ചപ്പോൾ മോതിരം ഊരിയെ വെച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പേപ്പർ എങ്ങനെ പിടിക്കും? പേപ്പർ ഒന്നും സമ്മതിക്കില്ല. അതിന് പുള്ളിക്കാരത്തി വളരെ തന്ത്രപരമായി ആ പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് ചെറുവിരൽ മോതിരവിരലിലും നടുവിരലിനും ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ച് അകത്തോട്ട് കയറി സുഖമായിട്ട് കിടന്നു. ഇത് ഹക്കാണ്, പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് സുലൈമാൻ മുസ്ലിയാർ എടപ്പള്ളിയിൽ തന്നെ ഉള്ള ആളാണ്, എന്റെ എളാപ്പയാണ്, നേരിട്ട് പോയി സംസാരിക്കാം. ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിസ്റ്റർ, ഒരുപാട് അകലെയൊന്നുമല്ല, ആലുവ കാരോത്തുവഴി ഹോസ്പിറ്റലിലാണ്. ഈ സിസ്റ്റർ ഈ കുട്ടിയെ അടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒന്ന് വെറുതെയെങ്കിലും ഒന്ന് കരയ്, നിന്റെ ഡെലിവറി ഒന്ന് കഴിഞ്ഞു ഞങ്ങൾക്കൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്രേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവമല്ല. ഇപ്പൊ ആ കൊച്ചുകുട്ടിക്ക് അവനിപ്പോ 4 വയസ്സായിട്ടുണ്ട്. 4 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ചെരുപ്പ്, അള്ളാഹുവിനെ കണ്ട ചെരുപ്പ്, അതിന്റെ മാതൃക കയ്യിൽ വെച്ച് അതിനെ സൂക്ഷിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി അത് കയ്യിൽ വെച്ചത് ഒറ്റ കാരണം കൊണ്ട് ആ പ്രസവ വേദന അതിനെ എളുപ്പമാക്കി കിട്ടി. ഇവൾ ഇപ്പോഴും പറയും അങ്ങനെ സംഭവമേ നടന്നു എന്ന് എനിക്ക് അറിയില്ലെന്നാ പറയുന്നത്.